അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന ഒരാളുടെ സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 806-ാമത്തെ ഹദീസ് നമ്പറായി ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നന്നാസ ഖാലൂ യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. ജനങ്ങൾ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ അന്ത്യനാളിൽ അള്ളാഹുവിനെ കാണാൻ പറ്റുമോ എന്ന്. പാലാപ്പ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദ്രി ലൈസ ദൂനഹു സഹാബ്. കാർമേഘത്തിന്റെ മറയൊന്നുമില്ലാത്ത ഒരു ദിവസം പൗർണമിയുടെ രാവിലെ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അള്ളാഹനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ 14-ാം രാവിലെ ചന്ദ്രനെ കാണാൻ പറ്റും എന്നതിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടോ? മേഘമൊന്നുമില്ലെങ്കിൽ. ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല, ഞങ്ങൾക്ക് സംശയമല്ല, കാണാൻ പറ്റും. ഖാല, പിന്നെയും ചോദിച്ചു, ഫഹൽ തുമാറൂന ഫി ശംസി ലൈസ ദൂനഹാ സഹാബ്. കാർമേഘമൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തിൽ സൂര്യനെ പകൽ സമയത്ത് കാണാൻ പറ്റും എന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഖാലു, അപ്പോഴും അവർ പറഞ്ഞു, ലാ, ഞങ്ങൾക്ക് സംശയമില്ല, കാണാം. ഖാലാപ്പ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നകും തറൗനഹു കദാലിക. എന്നാൽ ഇതാ പോലെ പൗർണമി രാത്രിയിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നത് പോലെ, കാർമേഘങ്ങളില്ലാത്ത സമയത്ത് സൂര്യനെ കാണാൻ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാം. യഹ്ശറുന്നാസു യൗമൽ ഖിയാമ. മഹ്ശറിലെ രംഗം നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. അന്ത്യനാളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു തആല പ്രഖ്യാപിക്കും, മൻ കാന യഅബുദു ശൈഅൻ ഫല്യത്തബിഅ. അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അവനവനെ സമീപിച്ചോളി. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകൾ ആരൊക്കെയാണ്? അവരൊക്കെ ആ ആരാധ്യരെ സമീപിക്കുക എന്ന് പറയും. അപ്പോഴോ അമിൻഹും മൻ യത്തബിഉ ശംസ. അപ്പോൾ സൂര്യനെ പിന്താങ്ങുന്ന, സൂര്യനെ പിൻപറ്റുന്ന ആളുകളുണ്ടാകും. കാരണം അവർ സൂര്യനെ ആരാധിച്ചവരാണ്. വമിൻഹും മൻ യത്തബിഉൽ ഖമറ. അതിൽ ചന്ദ്രനെ പിന്തുടർന്നു പോകുന്ന ആളുകളുണ്ടാകും. വമിൻഹും മൻ യത്ബഉ തവാഗീത്. അതിൽ പിശാചുക്കളെ പിൻപറ്റുന്ന ആളുകളും ഉണ്ടാകും. കാരണം അവർ പിശാചിനെയായിരുന്നു ആരാധിച്ചിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ആരാധിച്ച ആളുകളുടെ പിന്നിൽ ഓരോരുത്തരും അണിനിരക്കുമ്പോൾ പിന്നെ എൻ്റെ ഈ ഉമ്മത്ത് മാത്രം ബാക്കിയാവും. അല്ലാഹുവിനെ ആരാധിച്ച ഈ ഉമ്മത്ത് മാത്രം ബാക്കിയാവും. ഫീഹാ മുനാഫിഖുഹാ. അതിൽ കപടന്മാരായ ആളുകൾ ഉണ്ടാവും, കപട വിശ്വാസികൾ. പുറത്ത് അവർ അള്ളാഹിൻ്റെ ആൾക്കാരാണെന്ന് പറയും, പക്ഷെ ഉള്ളിൽ മറ്റൊരു വിശ്വാസമാണ്. അവരാണല്ലോ മുനാഫിഖീങ്ങൾ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. കപട വിശ്വാസികൾക്കാണ് നരകത്തിലെ ഏറ്റവും താഴെ തട്ടുമെന്ന് ഖുർആൻ പറയാണ്. അത്രയും വൃത്തികെട്ട വിശ്വാസമാണ് അവർക്ക്. ഫയഅതീഹിമുല്ലാഹു. ആ മുനാഫിഖീങ്ങളുടെ അരികിൽ അല്ലാഹു തആല വരും. പരിചയമില്ലാത്ത ഒരു രൂപത്തിൽ വരും. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് മുനാഫിഖീങ്ങളോട് പറയും. ഫയഖൂലൂന, അപ്പോൾ മുനാഫിഖീങ്ങൾ പറയും, ഹാദാ മഖാനുനാ ഹത്താ യഅതിയനാ റബ്ബുനാ ഫഇദാ ജാഅ റബ്ബുനാ അറഫ്നാഹു. ഞങ്ങളെ പടച്ചവൻ, ഞങ്ങളുടെ റബ്ബ് വരുന്നത് വരെ ഞങ്ങളിവിടെ നിൽക്കും. അപ്പോൾ ഈ വന്നതൊന്നും റബ്ബല്ല. അതുകൊണ്ട് റബ്ബ് വരുമ്പോൾ ഞങ്ങൾ റബ്ബിനെ തിരിച്ചറിയുകയും ചെയ്യും. അതുവരെ ഞങ്ങളിവിടെ നിൽക്കും എന്ന് പറയും. ഫയഅതീഹിമുല്ലാഹു. അല്ലാഹു തആല അവർക്ക് തിരിയുന്ന രൂപത്തിൽ വരും. ഫയഖൂലു, എന്നിട്ട് പറയും, അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്.
ഫയഖൂലൂന, അപ്പം മുനാഫിഖീങ്ങൾ പറയും, അൻത റബ്ബുനാ, ശരി നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്, ഞങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് പറയും. ഫയദ്ഉഹും, എന്നിട്ട് അല്ലാഹു തആല ഇവരെയൊക്കെ വിളിച്ചു വരുത്തും, ജനങ്ങളെല്ലാം വിളിച്ചു വരുത്തും. എന്നിട്ടോ ഫയുദ്റബു സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം, നരകത്തിൻ്റെ മുകളിലൂടെ സിറാത്ത് പാലത്തെ സ്ഥാപിക്കപ്പെടും. നരകത്തിൻ്റെ മുകളിലാണ് സിറാത്ത് പാലമുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു മുടിയെ 7 ചീളാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ നേർമ ഇതുപോലെ നേർത്തത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, രാത്രിയേക്കാൾ ഇരുട്ടുള്ളത്. ഇതാണ് സിറാത്ത് പാലം എന്ന് പറയുന്നത്. 15,000 കിലോമീറ്റർ നടക്കാനുണ്ടാവുന്നതാണ്. നമ്മുടെ പ്രകാശത്തിൻ്റെ വേഗത അനുസരിച്ച് ഒരാൾ സഞ്ചരിച്ചാൽ തന്നെ 30 മിനിറ്റ് നടക്കാനുണ്ടാവും. അതിൻ്റെ 5000 കിലോമീറ്റർ അതിൻ്റെ കയറ്റം, പിന്നെ 5000 കിലോമീറ്റർ അതിൻ്റെ സമമായ അവസ്ഥ, പിന്നെ ഒരു 5000 കിലോമീറ്റർ ഇറങ്ങാനുള്ള അവസ്ഥ. ഇതാണ് സിറാത്ത് പാലം. വേറൊരു ഹദീസിലുള്ളതാണ്. ഏതായാലും അങ്ങനെ സിറാത്ത് പാലം സ്ഥാപിക്കപ്പെടും. അതിൻ്റെ മേലെ നടന്ന് കരയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിയ ആളുകൾ രക്ഷപ്പെടും, അല്ലാത്ത ആളുകളൊക്കെ നരകത്തിൽ വീഴും. അങ്ങനെയുള്ളവർ സിറാത്ത് പാലം സ്ഥാപിക്കപ്പെടും. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഫഅകൂനു അവ്വല മൻ യദൂറു മിനർ റസൂലി, മുർസലീങ്ങളിൽ എന്ന് ഉമ്മത്തിഹി, തൻ്റെ ഉമ്മത്തുമായി സിറാത്ത് പാലം ആദ്യം വിട്ടുകിടക്കുന്ന ആൾ ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ ഇല്ല റസൂലു, ആ ദിവസം മുർസലീങ്ങളല്ലാതെ ഒരാളും സംസാരിക്കുകയില്ല. വകലാമു റസൂലി യൗമഇദിൻ, മുർസലീങ്ങൾ തന്നെ സംസാരിക്കുന്നത് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്നാണ്. ഓരോ ഉമ്മത്തീങ്ങളുടെയും ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്ത് കടന്നു പോകുമ്പോൾ ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ പറയും, അല്ലാഹുമ്മ സല്ലിം, ഞാൻ രക്ഷപ്പെടുത്തും, വന്ന് നീ രക്ഷപ്പെടുത്തും എന്ന് ഓരോ പ്രവാചകന്മാരും. ഇതല്ലാത്ത വേറെ ഒരു സംസാരം അവിടെ കേൾക്കുകയില്ല. പിന്നെ നബി തങ്ങൾ പറയുന്നു, ഫീ ജഹന്നമ കലാലിബു, നരകത്തിൽ കുറേ കുളത്തുകളുണ്ട്. മിസ്ല ശൗക്കി സായദാൻ, ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്ന സായദാൻ ചെടിയുടെ മുകളിലെ ഇതുപോലത്തെ കുറേ കുളത്തുകൾ നരകത്തിലുണ്ട്. ഹൽ റഅയ്തും ശൗക സായദാനി, സായദാൻ ചെടിയുടെ മുകളിൽ പരിചയമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക. ഖാലു, അവർ പറയും, നഅം, അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഖാല ഫഇന്നഹാ മിസ്ലു ശൗക്കി സായദാൻ, എന്നാൽ നരകത്തിൽ ആ കുളത്ത് സായദാൻ ചെടിയുടെ മുള്ളു പോലെ ഉണ്ടാകും. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗൈറ അന്നഹു ലാ യഅലമു ഖദ്റഹാ ഖദ്റ ഇൽമിഹാ ഇല്ലല്ലാഹ്, അതിൻ്റെ വലിപ്പവും അതിൻ്റെ കെട്ടിയും അതിൻ്റെ ഗാംഭീര്യതയും അല്ലാഹുവിനല്ലാതെ അറിയില്ല. ഞാൻ അതിൻ്റെ ഒരു ഉപമയാണ് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ടോ തഖ്തഫുന്നാസ ബിഅമാലിഹിം, ഓരോരുത്തരുടെയും അമലുകളുടെ തോതനുസരിച്ച് ജനങ്ങൾ ആ കുളത്ത് പറ്റിയെടുക്കും. നബിതങ്ങൾ പറയുകയാണ്, ഫമിൻഹും മൻ യൂബഖു ബിഅമലിഹി, അമല് കൊണ്ട് നാശത്തിലകപ്പെടുന്ന ആളുകൾ അതിലുണ്ടാകും. വമിൻഹും മൻ യുഖർദലു സുമ്മ യൻജൂ, പരിക്ക് പറ്റിയിട്ട് കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ആളുകളും അതിലുണ്ടാകും. ഹത്താ ഇദാ അറാദല്ലാഹു റഹ്മത മൻ അറാദ മിൻ അഹ്ലിന്നാരി, നരകത്തിൽ കിടക്കുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അമറല്ലാഹുൽ മലായികത അൻ യുഖ്രിജൂ മൻ കാന യഅബ്ദുല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന ജനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്ത ആളുകളൊക്കെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കും. നരകത്തിൽ നല്ല വിശ്വാസമൊക്കെ ആണ്, പക്ഷെ കർമ്മം കൊണ്ട് മോശമായ ആളുകൾ അവർ ചെയ്തു പോയ പാപത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ട് നരകത്തിലിട്ട് ശിക്ഷിച്ചിട്ട് അള്ളാഹു ഒരിക്കൽ പറയും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയും, മലക്കളോട് കൽപ്പിക്കും. അങ്ങനെ ഫയഖ്റുജൂനഹും, അവർ
അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ദോഷികളായ ആളുകളെയൊക്കെ പിന്നെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെയാണ് അവരെ തിരിച്ചറിയാവുന്നഹും ബിആസാരി സുജൂദി, അവർ ചെയ്ത സുജൂദിന്റെ അടയാളം മൂലം ഓരോരുത്തരെയും തിരിച്ചറിയും. സുജൂദ് ചെയ്ത സമയത്ത് നിലത്ത് കുത്തിയിരുന്ന ആ സ്ഥലങ്ങളൊന്നും കരിയില്ല, അല്ലാത്തതെല്ലാം കരിഞ്ഞ് ചാമ്പലായി കരിക്കട്ടയായി മാറിയിട്ടുണ്ടാവും. വഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറ സുജൂദ്, സുജൂദിന്റെ ഭാഗങ്ങൾ, സുജൂദ് തട്ടിയ സ്ഥലങ്ങളൊന്നും നരകം കരിക്കുകയില്ല. അത് നരകത്തിനു മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ പറയാണ് ഫയഖ്റുജൂന മിനന്നാർ, അവരൊക്കെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഫകുല്ലു ബനി ആദമ തഅകുലുഹുന്നാറു ഇല്ലാ അസറ സുജൂദ്, നോക്കുമ്പോൾ സുജൂദിന്റെ സ്ഥലമല്ലാത്ത എല്ലാ ഭാഗങ്ങളും കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. ഫയഖ്റുജൂന മിനന്നാരി ഖദിൽതഹസൂ, നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർ കരിവാളിച്ച് കരിക്കട്ടയായി മാറിയിട്ടുണ്ടാകും. നബിതങ്ങൾ പറയാ, നരകത്തിൽ കിടന്ന ആളുകൾ, ദോഷികളായ മോമിനീങ്ങൾ, അവർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിൽ അവർ ചില സന്ദർഭങ്ങളിൽ പാപം ചെയ്തു പോയി. അതിൻ്റെ തോതനുസരിച്ച് നരകത്തിലിട്ട് അവരെ കരിക്കട്ടയായി മാറി. സുജൂദിന്റെ അവയവങ്ങളല്ലാത്ത ഭാഗങ്ങളെല്ലാം കരിഞ്ഞ് ചാമ്പലായി ഒരു സുപ്രഭാതത്തിൽ അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടോ മാഉൽ ഹയാത്ത്, ജീവസുറ്റതാക്കുന്ന ഒരു വെള്ളം അവരുടെ മേലിൽ ചൊരിച്ചു കൊടുക്കും. മാഉൽ ഹയാത്ത് എന്ന് പറഞ്ഞൊരു വെള്ളമുണ്ട്. ആ വെള്ളം എത്ര കരിക്കട്ടയായ ആളുടെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഫയംബതൂന കമാ തംബതുൽ ഹിബ്ബതു ഫീ ഹമീലി ശൈലി, ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചളിയിലുണ്ടാകുന്ന പുൽപുഷ്പങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു മഴയ്ക്ക് പിറ്റേ ദിവസം തന്നെ മുള പൊട്ടുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവർക്ക് നല്ല ജീവനുണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അങ്ങനെ സ്വർഗത്തിലേക്ക് ആക്കാനുള്ള ആളുകളെയൊക്കെ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് ആക്കാനുള്ള ആളുകളെയൊക്കെ നരകത്തിലേക്കൊക്കെ ആക്കി കഴിഞ്ഞു. അതിന് ശേഷം അപ്പോഴാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരാൾ നിൽക്കുന്നു. ഇതാ, സ്വർഗത്തിലും അല്ല ആള്, നരകത്തിലും അല്ല, അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. വഹുവ ആഖിറു അഹ്ലിൻ നാരി ദുഖൂലൻ അൽ ജന്ന, നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളാണ് ഇയാൾ. മുഖ്ബിലും ബിവജ്ഹിഹി ഖിബലൻ നാർ, അദ്ദേഹത്തിന്റെ മുഖം നരകത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, യാ റബ്ബി ഇസ്രിഫ് വജ്ഹി അനിൻ നാർ ഖദ് ഗശബനി റീഹുഹാ വഅഹ്റഖനി ദകാഉഹാ. അല്ലാഹുവേ, ഈ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ മുഖം ഒന്ന് തിരിച്ചുകൊണ്ടാണ്. അത് നരകത്തിലല്ല, നരകത്തിന്റെ ഭാഗത്തേക്ക് മുഖം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ പറയും, ഇതിൻ്റെ ചൂട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മുഖം ഇതാ കത്തിക്കരിഞ്ഞു പോകുന്നു, അതിൻ്റെ സ്മെല്ല് എൻ്റെ തലച്ചോറിലേക്ക് കയറിയിട്ട് എനിക്ക് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ നരകത്തിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ മുഖം ഒന്ന് തിരിച്ചു തരണം എന്ന് എല്ലാ ആളുകളും, സ്വർഗക്കാർ സ്വർഗത്തിലും നരകത്തിൻ്റെ ആൾക്കാർ നരകത്തിലും കയറിയതിന് ശേഷം സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരാളുടെ അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്. അപ്പോഴോ ഫയഖൂലു, അല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിക്കും, ഞാൻ അന്നെ നരകത്തിൽ നിന്ന് മുഖം തിരിച്ചു തരാം, പക്ഷേ ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബികാൻ തസ്അല ഗൈറ ദാലിക, ഈ നരകത്തിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചു തരുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നീ ആവശ്യപ്പെടുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയും, ലാ വഇസ്സതിക, ഇല്ല റബ്ബേ, നിന്റെ പ്രതാപമാണ് സത്യം, ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുകയില്ല. ഫയഅ്തുല്ലാഹു മാ യശാഉ മിൻ അഹദിൻ വമീസാഖ്, ഫയഅ്തുല്ലാഹ മാ യശാഉ മിൻ അഹദിൻ വമീസാഖ്. അങ്ങനെ അല്ലാഹു തആലയോട് അദ്ദേഹം ഇതാ ഒരു കരാറ് എഴുതുകയാണ്, ഒരു കരാറ് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു ഒരു കരാറ് കൊടുക്കും, ഞാൻ അങ്ങനെ ചെയ്യൂല. ഫയസ്രിഫുല്ലാഹു വജ്ഹഹു അനിൻ നാരി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം
അല്ലാഹു തആല നരകത്തിൽ നിന്ന് തിരിച്ചു കളയും. എന്നിട്ടോ ഫൈദാ ഖബല ബിഹി അലൽ ജന്ന, എന്നിട്ട് പിന്നെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് മുഖം മുന്നടിക്കും. അപ്പോൾ റആ ബഹജതഹാ, സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുമ്പോൾ സ്വർഗം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വർഗത്തിലെത്തിയിട്ടില്ല, സ്വർഗം കുറെ അകലെയാണുള്ളത്. നരകത്തിൽ നിന്ന് മുഖം തിരിച്ച് സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ സ്വർഗത്തിന്റെ പ്രൗഢിയും ഭംഗിയും കാണുമ്പോൾ അയാൾ മിണ്ടാതിരിക്കും. പടച്ചവനോട് ഇനി ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം കുറെ കാലം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ക്ഷമയൊക്കെ അറ്റുപോകുമ്പോ സുമ്മഖാല, പിന്നെ ചോദിക്കും, യാ റബ്ബി ഖദ്ദിംനീ ഇൻദ ബാബിൽ ജന്ന, പടച്ചവനെ എനിക്ക് സ്വർഗത്തിലൊന്നും കയറണ്ട, ആ സ്വർഗത്തിന്റെ വാതിന്റെ മുമ്പിലേക്ക് എത്തിയാൽ മതി എന്ന് പറയും. സ്വർഗത്തിന്റെ ഭാഗത്ത് മുഖം തിരിച്ചിട്ട് പിന്നെ പറയും, ആ സ്വർഗത്തിന്റെ വാതിന്റെ മുമ്പിലൊന്ന് കൊടന്നാക്കിയാൽ വലിയ ഹൈറായിരുന്നു എന്ന് പറയും. കുറെ കാലം മിണ്ടാതിരുന്നു നോക്കും, പക്ഷെ അയാൾ ക്ഷമ അനുവദിക്കുന്നില്ല സ്വർഗം കാണുമ്പോൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കും, ഫയഖൂലുല്ലാഹു ലഹു അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മിസാഖ, നേരത്തെ നീ എനിക്ക് ഉടമ്പടി നൽകിയതായിരുന്നല്ലോ മനുഷ്യ, അല്ലാ തസ്അല ഗൈറല്ലദീ കുൻത സഅൽത, നീ ആദ്യം ചോദിച്ചതല്ലാത്ത വേറെ ഒന്നും ചോദിക്കൂലാന്ന്. ഫയഖൂലു, അപ്പോൾ അടിമ പറയും, യാ റബ്ബി ലാ അകൂനു അഷ്കാ ഖൽഖിക, നിന്റെ അടിമകളിൽ പടച്ചവനെ ഏറ്റവും ഹതഭാഗ്യവാനായ ആള് ഞാനാകാൻ പാടില്ലല്ലോ. ഇത്രയും നല്ലൊരു സ്വർഗം കണ്ടിട്ട് ഞാൻ എത്ര കാലം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്, അത് ഒരു നിമിഷം പോലും അനുഭവിക്കാൻ പാടില്ല, അനുഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ വലിയ ഹതഭാഗ്യവാന്മാരാരെങ്കിലും ഉണ്ടാവോ? നിർഗുണൻ ഭാഗ്യമില്ലാത്തവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, പിന്നെ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലേക്കൊന്ന് കടത്തിത്തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പോഴോ ഫയഖൂലു ഫമാ അസൈത ഇൻ ഉഅതീത ദാലിക അല്ലാ തസ്അല ഗൈറാ, ശരി ഞാൻ സ്വർഗവാതിലിന്റെ മുമ്പിൽ എന്നെ എത്തിച്ചാൽ പിന്നെ വേറെന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുക ആ സമയത്ത്? അപ്പൊ അടിമ പറയും, ലാ വൈസത്തി, കയ്യില്ല പടച്ചവനെ നിന്റെ പ്രതാപമാണ് സത്യം, ലാ അസ്അലു ഗൈറ ദാലിക്, അതല്ലാത്ത വേറെ ഞാൻ ഒന്നും ചോദിക്കൂല എന്ന് പറയും. അങ്ങനെ അദ്ദേഹം അല്ലാഹുവിനോട് വീണ്ടും ആ കരാറ് പുതുക്കി, എന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ കൊടുന്നാക്കും. അപ്പോഴോ ഫൈദാ ബലഗ ബാബഹാ ഫറആ സഹറതഹാ വമാ ഫീഹാ മിനൻ നദറതി വസ്സുറൂർ, സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലെത്തിയപ്പോൾ സ്വർഗത്തിലുള്ളതായ സന്തോഷങ്ങളും അതിനുള്ള പ്രൗഢിയും ജനങ്ങളുടെ ഉല്ലാസവും ഒക്കെ കണ്ടിട്ട് ആ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കാനും പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ എത്ര വാഗ്ദത്തം ലംഘിച്ചു പോയി, എങ്ങനെ പഠിച്ചവനോട് ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ ഇരിക്കും കുറെ കാലം. പക്ഷേ സഹിക്കുന്നില്ല. സ്വർഗത്തിന്റെ അനുഭൂതി കണ്ടിട്ട് ആ മനുഷ്യന് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറയും, യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന, പടച്ചവനെ എന്നെ സ്വർഗത്തിലൊന്ന് കടത്തിത്തരുമോ നീ? മൂന്നാമതായി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഫയഖൂലുല്ലാഹു, അല്ലാഹു തആല പറയും, വയഹക് യബ്ന ആദമ മാ അഗ്ദർക, ആദം സന്തതികളുടെ കാര്യം കഷ്ടം തന്നെ. മാ അഗ്ദർക, നിങ്ങളെന്താ ഇങ്ങനെ വാക്ക് മാറുന്നത്? അലസ്ത ഖദ് അഅതൈതൽ ഉഹൂദ വൽ മിസാഖ അല്ലാ തസ്അല ഗൈറല്ലദീ അഅതൈത, നിനക്ക് നൽകപ്പെട്ടതിനപ്പുറം വേറെ ഒന്നും ചോദിക്കൂല എന്ന് വീണ്ടും നീ ഉടമ്പടി ചെയ്തിട്ടല്ലേ ഇവിടെ എത്തിയത്? ഇപ്പൊ സ്വർഗത്തിൽ കയറണമെന്ന് പറയണു. ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിക്കും, യാ റബ്ബി ലാ തജഅൽനീ അസ്ഖാ ഖൽഖിക, അല്ലാഹുവേ നിന്റെ അടിമകളിൽ ഏറ്റവും ഭാഗ്യക്കേടുള്ളവനായി
എന്നെ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. ഈ സ്വർഗത്തിന്റെ വാതിലെത്തിയിട്ട് ഈ സ്വർഗത്തിലൊന്ന് കയറാൻ അനുമതി കിട്ടാത്തവനായി പോയാൽ അതിനേക്കാൾ വലിയ പരാജിതൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് റബ്ബേ എന്നെ അങ്ങനത്തെ ആളാക്കല്ലേ എന്ന് പറഞ്ഞ് ദ്വാരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് ഫയദ്ഹഖുല്ലാഹു അസ്സ വജല്ല മിൻഹു. ഈ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് അല്ലാഹു ചിരിച്ചു പോകും. അല്ലാഹു തആല ചിരിക്കും. സുമ്മ യഅ്ദനു ലഹു ഫീ ദുഖൂലിൽ ജന്ന. പിന്നെ സ്വർഗത്തിൽ കയറാൻ വാതിൽ തുറന്നു കൊടുക്കും. പോട്ടെ പാവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് ആക്കും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയും തമന്ന, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി വേണ്ടതെല്ലാം എനിക്ക് ആഗ്രഹിക്കാം. ഫയതമന്ന, അങ്ങനെ അയാൾ ഓരോന്നിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങും. എനിക്ക് ഫ്ലാറ്റ് വേണം, അതുപോലെ തന്നെ പിന്നെ ഫ്ലൈറ്റ് വേണം, എനിക്ക് ഇത്ര തെങ്ങുന്തോട്ടം വേണം, ബിൽഡിംഗ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അയാൾ ഓരോന്നോരോന്ന് ആഗ്രഹിക്കും. അല്ലാഹു തആല ഹത്താ ഇൻഖതഅ ഉമ്മിയതുഹു, അയാളുടെ താല്പര്യമെല്ലാം തീരുന്നത് വരെയും ആഗ്രഹിക്കാൻ പറയും. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയും മിൻ കദാ വകദാ അക്ബല യുദക്കിറുഹു റബ്ബുഹു. അല്ലാഹു തആല തന്നെ ആ മനുഷ്യന് ഓർമ്മയില്ലാത്ത കാര്യം ഓർമ്മിപ്പിച്ചു കൊടുക്കും. അല്ല, എനിക്ക് ഇത് വേണ്ടേ, അത് വേണ്ടേ, മറ്റത് വേണ്ടേ, മറിച്ചത് വേണ്ടേ, ഇങ്ങനെ ഓരോന്ന് അയാൾക്ക് ഓർമ്മയില്ലാത്തത് പോലും അല്ലാഹു തആല അയാളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ഹത്താ ഇദന്തഹത് ബിഹിൽ അമാനിയു, അല്ലാഹു അദ്ദേഹത്തിന്റെ മുഴുവൻ താല്പര്യങ്ങളും അങ്ങ് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പറയും ലകദാലിക വമിസ്ലുഹു മഅഹാ. ഇപ്പൊ നീ ആഗ്രഹിച്ച കാര്യങ്ങളില്ലേ, ഇതെല്ലാം നിനക്കുള്ളതാണ്, ഇത്ര ഇരട്ടി പിന്നെയും നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ഹദീസിൽ കാണാം, ഇത് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനോട് ചോദിക്കും എങ്ങനെയുണ്ട് സ്വർഗം? അയാൾ പറഞ്ഞു ഹാപ്പിയാണ് റബ്ബേ, വല്ലാത്ത ഹാപ്പി, ഇതിനേക്കാൾ വലിയൊരു ഹാപ്പി ഇല്ല. അല്ലാഹു തആല പറയും സത്യത്തിൽ സ്വർഗത്തിന്റെ അനുഭൂതി ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇനി ഞങ്ങൾ സ്വർഗം അനുഭവിച്ചിട്ടില്ലേ? അല്ലാഹു പറയും യഥാർത്ഥത്തിൽ ഇതല്ല അനുഭൂതി എന്ന് പറയുന്നത്. ഒരു ബുർജ് ഖലീഫ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകൂലേ, പടച്ചവനെ ഏത് ചങ്ങായിന്റെ മണ്ടയിലേക്ക് ഈ ആശയം വിളിച്ചത്, എന്താണ് ഇതിൻ്റെ ഒരു തല, വല്ലാത്ത തലയാണ് അല്ലേ? അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ അതിന്റെ പ്രൊഡ്യൂസർ അന്വേഷിക്കുമല്ലോ. എന്നതുപോലെ ഇത്രയും വലിയ സൗകുമാര്യതയുള്ള ഈ സ്വർഗത്തെ സംവിധാനിച്ച ഒരു സംവിധായകനുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇതുവരെ. യഥാർത്ഥത്തിൽ ഈ സ്വർഗത്തിൽ ആനന്ദം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണലാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ കാണാൻ വേണ്ടി ജനങ്ങൾ ആനന്ദതുന്തിലരായി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കുളിച്ച് ഒരുങ്ങി കാത്തു നിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് നമ്മളെപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവിനെ കാണാനുള്ള അനുമതി ഉണ്ടാകാൻ. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. അമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമ സിവാ നദിരിൽ ജലീൽ ഫദാ മുനാഹും വഹദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. അല്ലാഹുവിന്റെ അടിമകളിലെ ഉത്കൃഷ്ടരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചിന്ത സ്വർഗം വേണം, നരകത്തിൽ നിന്ന് മോചനം വേണമെന്നല്ല. അവർ നോമ്പ് നോൽക്കുന്നതും നിസ്കരിക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ നടത്തുന്നതും എല്ലാം എൻ്റെ പടച്ചവനെ കാണണം എന്ന ചിന്തയിലാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം പടച്ചവനെ നരകം തരില്ലേ, സ്വർഗത്തിൽ കടത്തണേ എന്നാ. എനിക്ക് സ്വർഗം തന്നാലും വേണ്ടിയില്ല, നരകത്തിൽ കടത്തിയാലും വേണ്ടിയില്ല. എൻ്റെ ആകെ ചിന്ത പടച്ചവനെ കാണണം. അതിന് ശേഷം ഇനി എന്ത് അവൻ വിളിച്ചാലും അതെല്ലാം അവൻ്റെ ഇഷ്ടം, അത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ അല്ലാഹനെ കാണണം എന്ന ചിന്തയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉത്കൃഷ്ടരായ ഒരു വിഭാഗത്തിൻ്റെ ചിന്തയെന്ന് പ്രിയപ്പെട്ടവരെ, തഖ്വയിൽ ഏറ്റവും നല്ല തഖ്വ ഈ ഒരു മർത്തബയിലാണെന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ മൻ അഹബ്ബ അല്ലാഹ ലിഖാഅ, അല്ലാഹുവിനെ കാണണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ
അഹബ്ബല്ലാഹു ലിഖാഅഹ്, അല്ലാഹു അവനെയും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സുഹൃതങ്ങൾ ചെയ്യട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്. അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം ആവുന്നത്ര സുഹൃതങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇന്ന് 27-ാം രാവ് വളരെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനായി ഇബാദത്തിനായി ഹയാത്താക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ റഹ്മാനെ. നരകത്തെ ഒരു സെക്കൻഡ് പോലും അനുഭവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, നിന്റെ മഹലായ ഫضല് കൊണ്ട് ഹിസാബില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതിനാവശ്യമായ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചു തരണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.